ഹലോ, അസ്സാം വലൈക്കും. എല്ലാവരും സുഖമല്ലേ? എന്തൊരു വിശേഷങ്ങൾ? ഇന്ന് നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കർക്കിടക കഞ്ഞി പല വിധത്തിലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. മരുന്നുകളും ഒക്കെ ഇട്ടിട്ടുള്ളതുണ്ട്, കുറേ ഇലവർഗ്ഗങ്ങൾ ഇട്ടിട്ടുള്ളതുണ്ട്. ഇത് പയറുവർഗ്ഗങ്ങൾ മാത്രം ഇട്ടിട്ടുള്ളതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയാണിത്. ഞാൻ കാലുവേദനയും കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, ബുഷ്ര ഇപ്പോൾ കർക്കിടകയല്ലേ, ഒരു ആഴ്ചയെങ്കിലും നീ കർക്കിടക കഞ്ഞി വെച്ച് കുടിച്ച് നോക്കുകയെന്ന്. അങ്ങനെ അവരാണ് എനിക്കിത് റെസിപ്പി പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളെ റെസിപ്പി പറഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ കുറേ ഉലുവയോ ഇതൊക്കെ ഇടുന്നത് കാരണം പയറുകളും എല്ലാ പയറുകളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു മരുന്നെന്ന് പറഞ്ഞ് കുടിക്കുമ്പോൾ ടേസ്റ്റ് നോക്കേണ്ടതില്ല, എന്നാലും ഒരുപാട് കയ്പൊക്കെ ഉള്ളത് എനിക്ക് കുടിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ദിവസം 2 ദിവസം കഷ്ടി എങ്ങനെയെങ്കിലും കുടിച്ചു തീർക്കും, അല്ലാതെ ഒരാഴ്ചയും 2 ആഴ്ചയൊന്നും കുടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാനിത് കഴിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല, റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് റെസിപ്പി വാങ്ങി ഉണ്ടാക്കി നോക്കിയത്. അപ്പം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയായിരുന്നു. ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും, എന്നാലും ടേസ്റ്റിന് മോശമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റി ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ മരുന്നെന്ന് പറയുമ്പം അങ്ങനെയല്ല, എന്നാൽ ഇത് നല്ല വൻപയർ പായസം കുടിക്കുന്നത് പോലെ തന്നെയുണ്ട്. മധുരം കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞി തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കർക്കിടകത്തിൽ ഒരാഴ്ചയെങ്കിലും, 2 ആഴ്ച കഴിക്കുന്നതാണ് നല്ലത്, ഒരാഴ്ചയെങ്കിലും ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ. രാവിലെ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുതിർത്ത് വെക്കണം. അതിന് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഞവര അരി എടുത്തിട്ടുണ്ട്. തവിടുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വൻപയർ, 1/2 കപ്പ് ചെറുപയർ, 1/4 കപ്പ് ഉലുവ, 1/2 കപ്പ് നുറുക്ക് ഗോതമ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളടുത്ത് വെളുത്ത എള്ളുള്ളതാണെങ്കിൽ അതും കൂടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്ത എള്ള എടുത്തിട്ടില്ല, കറുത്ത എള്ള മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇത് നല്ലവണ്ണം വാഷ് ചെയ്ത് 3-4 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം വേണം കുതിർത്ത് വെക്കാൻ. വാഷ് ചെയ്ത് വെള്ളം കളയുന്ന സമയത്ത് എള്ള് പോകരുത്. എള്ള് മേലെ തന്നെ പൊങ്ങി കിടക്കുന്നത് കാരണം വെള്ളത്തിൻ്റെ കൂടെ പോവും, അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എള്ള് തീരെ ഇല്ലാതെയാവും. അപ്പം ഇതൊരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. ഇത് നമ്മൾ കുതിർത്ത് ആ വെള്ളത്തിൽ തന്നെയാണ്, ആ വെള്ളവും കൂടെ എടുത്തിട്ടാണ് രാവിലെ ഇതിനെ വേവിക്കുന്നത്. അതുകൊണ്ട് കുതിർത്ത് അടച്ച് വെക്കുക. നമ്മൾ ഓവർനൈറ്റ് കുതിർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ആ വെള്ളത്തിലേക്ക് ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം കളയാതെ അതിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴുകിയെടുത്ത് കഴിഞ്ഞപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല മുത്തുമണികൾ വിതറി കിടക്കുന്നത് പോലെയുണ്ട് കാണാൻ, എല്ലാം മാതിരി കളറും കൂടിയിട്ട്. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്ത് അടച്ച് വെക്കാം. രാവിലെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചതൊക്കെ നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. ഉലുവയൊക്കെ നല്ല ഗോതമ്പ് പോലെയായി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഈ വെള്ളത്തോട് കൂടെ ഇതിലേക്കിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് വെന്ത് കഴിയുന്നത് വരെ, ഒരു കുക്കറിലിട്ട് കഴിഞ്ഞാലും ഒരു 5-8 വിസിൽ വരെ വേവണം. ഒരു 1-2 വിസിൽ കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ടൊരു 4-5 വിസിൽ കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടൊക്കെ മൊത്തം പോകുന്നത് വരെ ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് പിന്നെ ഒരു 5-8 വിസിലും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10-20 മിനിറ്റായി. എയറൊക്കെ പോയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തത്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, എന്നാൽ അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. എല്ലാം നല്ലോണം പരിപ്പും ഗോതമ്പും അരിയും ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ശർക്കര ഇതൊക്കെ ഒഴിക്കാനുള്ള സ്ഥലമില്ലാത്തത് കാരണം ഞാനിത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇതിലേക്കാണ് ശർക്കര ഉരുക്കിയതാണ്. ഞാൻ അതിന് കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. കരിപ്പെട്ടിയാണ്
കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പം അതിലൊരു മരുന്ന് എന്നുള്ളതിലും കൂടെ ഉപയോഗിക്കാൻ നല്ലത് കരിപ്പെട്ടിയാണ്. അതുകൊണ്ട് ഞാനിതിൽ കരിപ്പെട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇത്രയും ഈ ഒരു ഇതിന് ഒരു 200-250 ഗ്രാം, 250 വേണ്ടി വരില്ല. മധുരം കുറച്ച് മധുരത്തിൽ കഴിക്കുന്നതായിരിക്കും. രാവിലെ നമ്മൾ കാലി വയറിൽ കഴിക്കുന്നതല്ല, അപ്പം ഒരുപാട് മധുരമാകുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അത് കാരണം ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം വരെ മതിയാവും. അത്രയും ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉരുക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പം ആ കരിപ്പെട്ടി ഉരുക്കിയതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു കപ്പ് തേങ്ങ, അതായത് ഒരു മുറി തേങ്ങ ചിരവിയത് ഒരു ബൗളിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കൈകൊണ്ട് ഞരടിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള ഒരു കോപ്പ കഞ്ഞിയെങ്കിലും ഒരാൾ കഴിക്കണം. അപ്പം ഈ ഒരു സ്പൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-4.5 സ്പൂണ് കഞ്ഞി ഉണ്ടാവും. അത്രയും ഒരാൾ കഴിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു 5 ആൾക്ക് കഴിക്കാനുള്ള കഞ്ഞി ഉണ്ടാവും ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്